Hello everyone. Today we are going to discuss about noun. So what is noun? Noun എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരോ ഒരു തിങ്ങോ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ഐഡിയ അതിനെയാണ് noun എന്ന് പറയുന്നത്. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ ദാറ്റ്. പേഴ്സൺ എന്ന് പറയുമ്പോൾ ടീച്ചർ, ഡോക്ടർ, മറിയ, ഒരാളുടെ പേര് മറിയ, ദെൻ രാഹുൽ, അങ്ങനെയൊക്കെ. പ്ലേസ് എന്ന് പറയുമ്പോൾ സ്കൂൾ, പാർക്ക്, ലൈബ്രറി, ലണ്ടൻ, അമേരിക്ക, കേരള. തിങ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ, ബുക്ക്, ബാഗ്, പെൻസിൽ, ആപ്പിൾ, ഓറഞ്ച്, ചെയർ. പിന്നെ ഐഡിയ എന്ന് പറയുമ്പോൾ ലവ്, ഫ്രീഡം, ഹാപ്പിനെസ്, സ്നേഹം, സ്വാതന്ത്ര്യം. Now let's see some exercises, okay? Underline the nouns in the following sentence. The first question. The dog barked loudly in the park. ഇതിലെ ഡോഗ് noun ആണ് and park. Dog is the name of an animal. Park എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അന ലവ്സ് റീഡിങ് ബുക്സ് അറ്റ് ദ ലൈബ്രറി. അന എന്ന് പറയുന്നത് ഒരാളുടെ നെയിമാണ്. ബുക്ക് ഈസ് എ തിങ് ആൻഡ് ലൈബ്രറി ഈസ് എ പ്ലേസ്. തേർഡ് ക്വസ്റ്റ്യൻ. വി വിസിറ്റഡ് ദ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് പാരീസ്. സിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്ലേസ്. പാരീസ് ഈസ് ഓൾസോ എ പ്ലേസ്. മൈ ബ്രദർ പ്ലേസ് ദ ഗിത്താർ. Brother and guitar. Guitar is a thing. Happiness is the important in life. Happiness എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. ഫൈൻഡ് ഓൾ ദ നൗൺസ് ഇൻ ഈച്ച് സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസിലെയും നൗൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്യാറ്റ് സ്ലെപ്റ്റ് ഓൺ ദ സോഫ. ഇതിലെ നൗൺ എന്ന് പറയുന്നത് ക്യാറ്റ് ആൻഡ് സോഫ ആണ്. ബിക്കോസ് ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു ആനിമലാണ് ആൻഡ് സോഫ ഈസ് എ തിങ്. The second question. Knowledge is power. Knowledge and power are nouns because ഇത് രണ്ടും ഒരു ഐഡിയ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ. We traveled to Italy last summer. Italy and summer are nouns because Italy is the name of a place and summer എന്ന് പറയുന്നത് it is the name of a season. Underline the nouns from the group. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് നൗൺസ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്യണം. Quickly, table, softly. നമുക്കറിയാം ടേബിൾ ബിക്കോസ് ഇറ്റ് ഈസ് എ തിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹാപ്പിനെസ്, ജംപ്, റൺ. ഹാപ്പിനെസ് ആണ് ബിക്കോസ് അതൊരു ഐഡിയ ആണ്. സിറ്റി അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻഡ് ഡോക്ടർ, കെയർഫുള്ളി ഹാപ്പി. ഡോക്ടർ ഹീ ഈസ് എ പേഴ്സൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രീഡം, വാക്ക്, ടോക്ക്. ഫ്രീഡം ബിക്കോസ് അതൊരു ഐഡിയ ആണ്, അതുകൊണ്ട് ഇറ്റ്സ് എ നൗൺ. Now we are going to discuss about the types of noun. Let's see one by one. The first one is common noun. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടേബിൾ. ടേബിൾ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ടേബിളുണ്ട്. കാർ എന്ന് പറയുമ്പോൾ എല്ലാ കാറും ഉണ്ട്. സ്പെസിഫിക്കലി അതിൻ്റെ ഒരു നെയിം പറയുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ നൗൺ എന്ന് പറയും. പെൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻ ഉണ്ട്. ജസ്റ്റ് പെൻ എന്ന് പറയുമ്പോൾ അത് കോമൺ ആയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയാണ്, അല്ലേ? ടൗൺ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ടൗൺ ഉണ്ട്. സിറ്റി എന്ന് പറയുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് സിറ്റീസ്, റൈറ്റ്? സോ ഇൻ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പം ഒരാളുടെ പേര് സ്പെസിഫിക് ആയിട്ട് പറയാം, ഓർ പ്ലേസ് ഓർ തിങ് സ്പെസിഫിക് ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെന്നിൻ്റെ പേര് തന്നെ പറയുമ്പോൾ സെല്ലോ, അത് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എടുത്ത് പറയാണല്ലേ. ആൻഡ് സെല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പെന്നേ ഉള്ളൂ. സെല്ലോ എന്ന് പറഞ്ഞാൽ വേറെ പെന്നില്ല. അതേപോലെ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസേ ഉള്ളൂ. മറിയ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അതേപോലെ നമ്മൾ ഒരാളെ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പേഴ്സണെ, ഒരു നെയിമോ, ഒരു തിങ്ങോ അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നു. പ്രോപ്പർ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സംതിങ് ഓർ തിങ്, ആനിമൽ ഓർ പീപ്പിൾ, അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടീം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെയാണ് നമ്മൾ ടീം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതൊരു കളക്റ്റീവ് നൗൺ ആണ്. ഫാമിലി, ഇറ്റ്സ് എ കളക്റ്റീവ് നൗൺ. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബേർഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, അതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഫ്ലോക്ക് ഈസ് എ കളക്റ്റീവ് നൗൺ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ ഐഡിയ, ക്വാളിറ്റി, ഫീലിംഗ്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊന്നും, അല്ലേ? ഇപ്പോൾ ഐഡിയനെയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ അതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫ്രീഡം, ഹാപ്പിനെസ്, ലവ്. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന സാധനങ്ങൾ, അല്ലേ? ഇപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റും. പെൻ എണ്ണാൻ പറ്റും. ആപ്പിൾ, ഓറഞ്ച്, പെൻസിൽസ്, ഇതെല്ലാം നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. സോ ഇതിനെ നമ്മൾ പറയുന്നതാണ് കൗണ്ടബിൾ നൗൺസ്. നെക്സ്റ്റ് വൺ ഈസ് അൺകൗണ്ടബിൾ നൗൺസ്.
നമുക്ക് എണ്ണാൻ പറ്റാത്ത തിങ്സ് അതിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അത് ലിക്വിഡ്, ഗ്യാസസ്, ഐഡിയാസ് ഇതിനെയൊന്നും നമുക്ക് എണ്ണാൻ പറ്റത്തില്ലല്ലോ. അതിനെയാണ് കൂടുതലും നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വാട്ടറിനെ നമുക്ക് ഒരിക്കലും എണ്ണാൻ പറ്റില്ല. മിൽക്ക്, ഇൻഫർമേഷൻ. ലെറ്റ്സ് ഡു ദ എക്സസൈസസ്. ഐഡൻറ്റിഫൈ നൗൺ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. നൗൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് ഏത് ടൈപ്പ് നൗണാണെന്നും പറയണം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടീം വോൺ ദ ചാമ്പ്യൻഷിപ്പ്. ഇതിലെ നൗൺ എന്ന് പറയുന്നത് ടീമാണ്, ബിക്കോസ് അതൊരു കളക്റ്റീവ് നൗണാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഗുഡ് ലൈഫ്. നമുക്കറിയാം ഹാപ്പിനെസ് ആണ്, ബിക്കോസ് അതൊരു ഐഡിയ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, വി സോ എ ബ്യൂട്ടിഫുൾ എലിഫൻറ്റ്. എലിഫൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ നെയിം ഓഫ് ആൻ ആനിമൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ജോൺ ഈസ് പ്ലേയിങ്. ജോൺ ആണ്, ബിക്കോസ് അതൊരു ഒരാളുടെ പേരാണ്. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഷീ പോർഡ് മിൽക്ക് ഇൻ ടു ദ ഗ്ലാസ്. മിൽക്ക് ആൻഡ് ഗ്ലാസ്. മിൽക്ക് എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഗ്ലാസ് ഈസ് എ കോമൺ നൗൺ. സിക്സ് ക്വസ്റ്റ്യൻ, ദേ ലിവ് ഇൻ എ സിറ്റി. സിറ്റി ബിക്കോസ് ഇറ്റ് ഇസ് എ പ്ലേസ്. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഈസ് ഫ്ലൈയിങ്. എ ഫ്ലോക്ക് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. ബേർഡ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. The previous questions answers are given here. Please go through it.